സുഹൃത്തുക്കളെ, താൻ ആർക്കൊക്കെ വേണ്ടിയാണോ ശബ്ദിച്ചത്, ആർക്കൊക്കെ വേണ്ടിയാണോ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്, ആർക്കൊക്കെ വേണ്ടിയാണോ ജയിലിലായത്, പക്ഷെ താൻ ജയിലിലായപ്പോൾ അവർ പുറത്തു സൂഹിക്കുകയും അവർ തൻ്റെ കഷ്ടകാലത്ത് തന്നോടൊപ്പം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ എന്താണെന്നും അയാളുടെ സങ്കടം എന്താണെന്നുള്ളതും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. പറഞ്ഞു വരുന്നത് രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ്. രാഹുൽ ഈശ്വർ ജയിലിൽ പോയത് ആ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞിട്ടാണ്. എടി നീ ഇങ്ങ് വാടി, നിന്നെ എപ്പോൾ കാണിച്ചാലടി, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടി. എവിടെ? പിന്നെ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആലുവയിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ വെല്ലുവിളിക്കുക. അവനെക്കാളും 10-20 വയസ്സ് പ്രായം താഴെയുള്ള ഒരു പെൺകുട്ടിയെ വെല്ലുവിളിക്കുക. നീ ഇങ്ങോട്ട് വാടി, എന്നെ കാണിച്ചാലടി, ഒരു ലാപ്ടോപ്പും കൈ പിടിച്ചിട്ട്. അത് ഏത് പൊട്ടനാണ്? അവൾ കൈ വീശി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവനവിടെ താഴെ വീഴും. കാരണം അവൾ നല്ല തൻ്റെടി ആയിട്ടുള്ള പെൺകുട്ടിയാണ് റിനി. അത് കിട്ടാതെ പോയത് അവൻ്റെ ഭാഗ്യം. ഒറ്റയടി താഴെ വീഴും. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയൊക്കെ സംസാരിച്ചു. അതേപോലെ ദിലീപിൻ്റെ കേസിനകത്ത് ദിലീപിന് വേണ്ടി ദിലീപിൻ്റെ വക്കീലെടുത്തതിനേക്കാളും വലിയ എഫേർട്ട് എടുത്തിട്ട് ചാനൽ ചർച്ചകളിൽ വക്കീലിൻ്റെ റോളിൽ അവിടെ കേസ് വാദിച്ചതാണ്. പക്ഷേ ഇയാളുടെ നിയമപരിജ്ഞാനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവസാനം കോടതിയുടെ മുമ്പിൽ നമുക്ക് ബോധ്യമായി. കാരണം വീണ്ടും പോയിട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസിൽ പോയിട്ട് റിമാൻഡിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. കസ്റ്റഡിയിലും വിട്ടുകൊടുക്കുക. ആവശ്യം പോലീസ് ചോദിക്കുമ്പോഴൊക്കെ കസ്റ്റഡി വിട്ടുകൊടുക്കുക. കാരണം ഇത് ഈ മുതലിനെ പുറത്ത് പെട്ടെന്ന് വിട്ടു കഴിഞ്ഞാൽ ഇതൊരു പൊതുശല്യമാണ്, സാമൂഹിക ശല്യമാണ്, വീട്ടുകാർക്കുള്ള സ്വസ്ഥതയും കൂടി ഇല്ലാതെയാവും, കുഞ്ഞുങ്ങൾക്ക് കൂടി ക്ഷീണം ചെയ്യും എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പം പിന്നെ ടീഷർട്ടും ഉണ്ട്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുറിക്കാണിക്കും. മെൻസ് കമ്മീഷൻ ഇത് തന്നെ. ഈ രാമായണ പാരായണം പോലെയാണ് മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കത്തിലും പറയുന്നുണ്ടോ എന്ന് അറിയില്ല. സഹതടവുകാരോട് ചോദിച്ചു നോക്കണം. ഞെട്ടിയോണെന്ന് മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ടോ എന്നുള്ളത്. ഇതാണ് സ്ഥിതി. പിന്നെ മറ്റേ എലാസ്റ്റിക്കൊക്കെ ഇപ്പോൾ തലേന്ന് ഊരി. ദേശീയ പതാക അവിടെ തന്നെ ഉണ്ട് തോന്നണം ഇടയ്ക്ക്. അപ്പോൾ എന്തായിരുന്നാലും ഇയാളെ ജയിലധികൃതർ പറ്റിച്ചു. അതിലേക്ക് ഞാൻ വരാം. ഇയാളെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു, ദിലീപിന് വേണ്ടി സംസാരിച്ചു. ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടപ്പോൾ അവിടെ ലഡു മറ്റു മധുരപലഹാരങ്ങളെല്ലാം വിതരണം ചെയ്യപ്പെട്ടു. ദിലീപ് അത് നന്നായി ആഘോഷിച്ചു ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സാമാന്യമായ മര്യാദയുടെ പേരിൽ ജയിലിൽ പോയി ഈ രാഹുൽ ഈശ്വറിനെ തനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ച, തൊണ്ടയിലെ വെള്ളം പറ്റിച്ച രാഹുൽ ഈശ്വറിനെ ഒന്ന് പോയി കാണാനുള്ള ഒരു സാമാന്യമായ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം ദിലീപ് നിർവഹിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പരസ്യടി ചായ കുടിച്ച് വളരെ കൂളായിട്ട് അവിടെ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞവൻ അവിടെ സെല്ലിൻ്റെ ഉള്ളിലും കിടക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയിട്ട് നടക്കുക. അതാലോചിച്ച് നോക്കും നിങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എറണാകുളം വരെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരെ വന്ന് കണ്ടുപോയി. പക്ഷേ എന്നിട്ടും എറണാകുളം വരെ വന്ന ആൾ, പാലക്കാട് നിന്ന് എറണാകുളം വരെ വന്ന ആൾ കുറച്ചുകൂടി സമയം എടുത്താൽ തിരുവനന്തപുരത്ത് ഒന്ന് പോയിട്ട് എന്നാലും എനിക്ക് വേണ്ടി ജയിലിൽ പോയ ഒരാളല്ലേ, ഒന്ന് പോയി കണ്ടു കളയാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ നിന്ന ആൾ, അയാൾ തിരിച്ചൊരു കഷ്ടകാലത്തിൽ എനിക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് തിരിച്ചു പോയി കണ്ടു കളയാം. നമ്മളാണെങ്കിൽ പോവും, അത് പോയില്ല. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആകെ രാഹുൽ ഈശ്വറിന് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ കരുതി എല്ലാവരും പുള്ളിക്ക് വേണ്ടിയിട്ടാണ് രംഗത്തിറങ്ങുന്ന കരുതിയത്. ആകെ രാഹുൽ ഈശ്വറിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയതാരോ? ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി സംസാരിച്ചത്. അത് ഔദ്യോഗികമായിട്ട് ദേശീയ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് ആണെന്നും പറഞ്ഞു നടക്കണം. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ കേരളത്തിൽ ആരാ മത്സരിക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും അരി എത്രയെന്ന് വെച്ചാൽ പയറഞ്ഞാടി എന്ന് പറഞ്ഞ് മാറും. എൻ്റെ അറിവിൽ എവിടെയില്ല. എവിടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല ലോക്കൽ ബോഡി ഇലക്ഷനിൽ. ഇനി എവിടെ? കാരണം ഇപ്പം അൻവർ പ്രതിനിധീകരിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിലും ഇല്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് ആരും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ PV അൻവറിൻ്റെ പാർട്ടി എന്തായാലും രാഹുൽ ഈശ്വറിന് കേരളത്തിലാകെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഒരേ ഒരു പാർട്ടിയാണ്. UDFൻ്റെയോ LDFൻ്റെയോ NDAയുടെയോ ഭാഗമായിട്ടുള്ള BJP, BDJS തുടങ്ങിയിട്ടുള്ള NDA പാർട്ടികൾ, CPM, CPI, ജനതാദൾ, സെക്കുലർ, ആന്റണി രാജു, ജെട്ടിരാജുവിൻ്റെ പാർട്ടി, ബാലകൃഷ്ണപിള്ള വിഭാഗം കേരള കോൺഗ്രസ്, ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി, ഇവരാരും INL ഇവരാരും ഇതുവരെ രാഹുൽ ഈശ്വറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. UDFിലുള്ള കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ്, അതേപോലെ തന്നെ ആളില്ലാ പാർട്ടി ദേവരാജൻ്റെ ഫോർവേഡ് ബ്ലോക്ക്, RSP തുടങ്ങിയിട്ടുള്ള ഒരു പാർട്ടികളും CMPയുടെ CP ജോണും ഉൾപ്പെടെയുള്ള ആരും രാഹുൽ ഈശ്വറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ
മമതാ ബാനർജി അംഗീകരിച്ചിട്ടില്ലാത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ രണ്ടാമത്തെ നേതാവായിട്ടുള്ള പി വി അൻവർ കഴിഞ്ഞ അടുത്ത നേതാവായിട്ടുള്ള UDFന്റെ മുമ്പ് കോട്ടയം ജില്ലാ കൺവീനറായിരുന്ന സജി മഞ്ഞക്കടമ്പൻ പരസ്യമായി പത്രസമ്മേളനത്തിൽ രാഹുൽ ഈശ്വറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പിന്തുണ നമുക്കും കാണാം. അയാളെ ഞാൻ ന്യായീകരിക്കാൻ വെള്ളപൂശാനല്ല വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാള് ഈ സാമൂഹ്യമായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ച് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നത് തെറ്റാണ്. അയാള് എവിടെയാ വെളിപ്പെടുത്തി ഞാൻ കണ്ടില്ല. അവിടെ പത്രങ്ങൾ വന്നില്ല, ചാനൽ വന്നില്ല. അയാള് വേറെ ആരുടെ കാര്യം ഇന്ന സ്ത്രീ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ജിയോയ്ക്ക് നെറ്റ്വർക്ക് കുറവാണ്. ഞാൻ വൈഫ് എടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സ്ത്രീയുടെ പേരോ അല്ലെങ്കിൽ സ്ത്രീയുടെ പടമോ ഒന്നും അദ്ദേഹം പ്രദർശിപ്പിച്ചായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്ത് അതിന് കേട്ടോണ്ടിരിക്കണ്ട. എന്തായിരുന്നാലും പുള്ളി ചെയ്യുന്നത് പച്ചയ്ക്ക് രാഹുൽ ഈശ്വറിനെ ജയിലടച്ച് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ കേരളത്തിലെ ഏക രാഷ്ട്രീയക്കാരനാണ്. ഏക രാഷ്ട്രീയ പാർട്ടി PV അൻവറിൻ്റെ പാർട്ടിയാണ്. അത് തൃണമൂൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നാൽ തന്നെയും PV അൻവറിൻ്റെ പാർട്ടിയാണ്. ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയാണ് ഇതുവരെ കിട്ടിയത്. എന്നാൽ ഈ PV അൻവറോ സജി മഞ്ഞക്കടമ്പനോ ഒക്കെ ഗതികെട്ട സമയത്ത് ഈ രാഹുൽ ഈശ്വർ അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിൽ ഇടപെടുകയോ സംസാരിക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഉപാധികളില്ലാതെ നിർലോഭമായ പിന്തുണ പിന്നെ PV അൻവറിൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സജി മഞ്ഞക്കടമ്പൻ്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഈശ്വറിന് കിട്ടിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയാൽ ഇനി അവരുടെ പാർട്ടി ചേർന്ന് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം, വിനീതമായിട്ടുള്ള അഭിപ്രായം. മറ്റൊന്ന്, രാഹുൽ ഈശ്വറിനെ ഇവർ ഒരു വലിയ മാറ്റമുണ്ടായി. രാഹുൽ ഈശ്വറിന് ഒന്ന് കീഴ്ജാതിക്കാരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള, കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സവർണ്ണ മനോഭാവം അതായിരുന്നു. അത് മാറിക്കിട്ടി. നല്ലപോലെ വിശന്നപ്പോൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നത് തന്നെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും പുള്ളി എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ വേണം എന്ന് ചോദിക്കേണ്ടായിരുന്നു അത്ര. അപ്പോൾ പ്രായം ചെന്ന 1-2 ജയിൽ വാർഡന്മാർക്കൊക്കെ ഹെഡ് വാർഡനൊക്കെ ഒരു വിഷമം തോന്നി. കുഞ്ഞെ മോനൂസേ, മറ്റേ മോളൂസേ എന്ന് വിളിക്കുന്ന മാതിരിയുള്ള ആ അർത്ഥത്തിലല്ല, ദുരർത്ഥത്തിലല്ല, പിന്നെ ഈ മാങ്കൂട്ടത്തിൽ വിളിക്കുന്ന മാതിരി ടോണിലല്ല. മോനൂസേ, മോന് മൊബൈൽ ഫോൺ വേണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ജയിലധികൃതർ ഇങ്ങനെ ഹെഡ് വാർഡൻ കൊണ്ടുപോയിട്ട് മൊബൈൽ ഫോൺ വേണോ, പിന്നെ മാമൻ തരാട്ടോ, ചോറുണ്ടാ തരാട്ടോ, മാമുണ്ടായാലും മൊബൈൽ ഫോൺ തരാട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ മൊബൈൽ ഫോൺ കിട്ടാൻ വേണ്ടി ചോറ് കഴിച്ചു എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ഊണ് കഴിച്ചു എന്ന്. എന്തായാലും സത്യം എന്നുള്ളത് നമുക്കറിയില്ല. എന്തായിരുന്നാലും ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. മെൻസ് കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് അടൂർ പ്രകാശാണ്. അതിന് പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം വേറൊരു കാര്യം പറയാം. അത് പിന്നെ ഇപ്പം പറയാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ട് അതിനകത്ത്. അതിന് കാരണം അതെന്താണെന്ന് വെച്ചാൽ അടൂർ പ്രകാശ് ഒരു പിതാവാണ്. ഒരു പിതാവിൻ്റെ ഹൃദയം നോവും സ്വാഭാവികമായും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. എന്തായിരുന്നാലും ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ വക്താവാക്കിയിട്ട് നിർത്തേണ്ടത്, ഔദ്യോഗിക വക്താവാക്കിയിട്ട് രാഹുൽ ഈശ്വരനെ നിർത്തുക. അതിൻ്റെ രക്ഷാധികാരിയായിട്ട് പേട്ടനായിട്ട് ഈ അടൂർ പ്രകാശിനെ ഇടുക. അതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് നമ്മുടെ സജി മഞ്ഞക്കടമ്പനി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പത്രസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ മെൻസ് കമ്മീഷൻ വേണമെന്നുള്ളത്, പിന്നെ ഇടണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. PV അൻവറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പുള്ളിയും ഒരുപക്ഷെ മെൻസ് കമ്മീഷൻ വേണമെന്ന അഭിപ്രായത്തോട് തന്നെ യോജിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ആളൂർ വക്കീലിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ് അടൂർ പ്രകാശ് എന്നുള്ളതും നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളൂർ വക്കീലിനെ വിട്ടുകളയാൻ മരിച്ചുപോയി. അടൂർ പ്രകാശ്, സജി മഞ്ഞക്കടമ്പൻ, രാഹുൽ ഈശ്വർ ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ സംവിധാനം, പുരുഷന്മാരുടെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പുതിയ കമ്മീഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കട്ടെ. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ ഫോണിൽ ജയിലല്ല പറഞ്ഞപ്പോൾ തലതിരിഞ്ഞ് പറഞ്ഞാൽ, കാരണം ഇതൊക്കെ കൂടി കണ്ടിട്ട് എനിക്ക് തന്നെ ഏതൊരു മനുഷ്യനെ ഒട്ടുപിടിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ നോർമലല്ല, അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കുഴപ്പമാവും, ഭ്രാന്താകാതിൻ്റെ പീക്കിലെത്തിപ്പോവും. അപ്പം അങ്ങനെ പറ്റിപ്പോയതാ. ജയിലിൽ ഫോൺ ഉപയോഗിക്കാനെങ്കിലുള്ളൊരു അവസരം കൊടുത്താൽ ആ പാവത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചാലും പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കൊരു ഫോൺ കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. ഒരു വൈഫൈ കണക്ഷനും ഒരു ഫോണും, അല്ലെങ്കിൽ അവിടെ അല്ലാതെ തന്നെ നല്ല റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുന്ന കണക്ഷനോട് കൂടിയിട്ടുള്ള ഫോൺ കൊടുത്താൽ മതി. പുള്ളിക്ക് ഏത് ജയിലും സ്വർഗ്ഗമായിട്ട് അനുഭവപ്പെടും രാഹുൽ ഈശ്വറിന്. അപ്പം തൽക്കാലം ഇന്നത്തെ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നാളെ രാവിലെ തൊട്ട് നമുക്ക് വോട്ടെണ്ണലിലാണ്. കണ്ണൂരിലാണ് ഇപ്പോൾ UDFന് സാധ്യത കാണുന്നത്.
BJPക്ക് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തിരുവനന്തപുരത്താണ്. ബാക്കിയുള്ളിടത്തൊക്കെ കഥ എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അതല്ല, അവിടെയും കൂടി LDFന് പിടിക്കാൻ പറ്റുന്ന വല്ല സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കയ്യിൽ നിന്ന് പോകും. അതിലേക്ക് നമുക്ക് പിന്നീട് വിശകലനമായിട്ട് വരാം. അതുവരേക്കും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.